അവനിവിടുന്ന് തട്ടിയെന്നാ തോന്നുന്നത്. എന്നാ ഇനി അതിനെ നമ്മൾ തട്ടുന്നു. പീസ് പീസാക്കി കണ്ണ് വേറെ കിഡ്നി വേറെ നാക്കി വിറ്റാലും കാശാ. അല്ല ഇനി മൊത്തമായിട്ടാണെ അങ്ങനെ എന്താ വിടാം. വേണ്ട, ബൈക്കിലൊന്നും പോണ്ട. വേണം, എനിക്കിത് കയറണം. അവരെ എന്നിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഓടി രക്ഷപ്പെടാലോ. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും അനുഭവിച്ച കൊണ്ടൊന്നും നീ പഠിച്ചില്ല അല്ലേ? ഒന്നും ഓർമ്മയില്ല നിനക്ക്? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. പറയുന്നത് അനുസരിച്ചാ മതി. അല്ല, നിന്റെ മേത്ത് ഒരു പോറിലേൽക്കുന്നത് പോലെ എനിക്ക് സഹിക്കില്ല, അറിയോ? ഇനിയും നീ ഏട്ടനെ കരയിക്കരുത് മോളെ. ചേട്ടൻ എന്താ പറയണേ? നമ്മൾ ഈ ബൈക്കിൽ പോയി എന്താ കുഴപ്പം? പറ ചേട്ടാ, പറ. ചേട്ടാ,
എന്താ മോളു? എന്റെ കയ്യിൽ എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നോക്കട്ടെ. തരില്ല, തരില്ല. പിടിച്ച്. ഇത് എന്തിനു കിട്ടിയതാ? ഈ ടേമിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക്. എന്താടാ ഇവിടെ ഒരു ബഹളം? വിദ്യമോൾക്ക് ഫസ്റ്റ് റാങ്ക്. ഓഹോ, കൺഗ്രാറ്റുലേഷൻസ് മോളു. താങ്ക്സ്. എടാ വിനുവേ, പഠിത്തത്തിൽ വിദ്യമോള് നിന്നെ കടത്തി വെട്ടുന്ന ലക്ഷണമാ, സൂക്ഷിച്ചോ. സാരമില്ല, ഞാൻ സഹിച്ചു. നിങ്ങൾ ഓരോന്നും പറഞ്ഞ് ചേട്ടനെയും പുന്നാരനീത്തി ഒന്ന് പിണക്കാതിരുന്നാ മതി. മോളു, സൂത്രങ്ങൾ പറഞ്ഞ് ഡാഡിയും മമ്മിയും പ്രസന്റ് വരാതെ രക്ഷപ്പെടാൻ നോക്കുക. ഡാഡി എന്ത് പ്രസന്റ് തന്നാലും ചേട്ടൻ പറഞ്ഞ വാക്ക് പാലിക്കണം. അത് റെഡി. എന്തൊക്കെയാണെന്ന് മറന്നിട്ടില്ലല്ലോ. ഐസ്ക്രീം ബാറിൽ നിന്ന് ഫലൂഡ കഴിച്ച് പാർക്കിൽ കയറി ജംബോ സർക്കസ് കണ്ട് മടങ്ങി വരുന്നു. ഓക്കെ? ഓക്കേ. വാ പോവാം. ശരി ശരി, ഏറ്റു. മോള് മുറുക്കെ പിടിച്ചോ. മോളെ, വിദ്യമോളെ, വിദ്യമോളെ, മോളെ! നീ എന്റെ അനിയത്തിയാണ്. എന്റെ വിദ്യമോളുടെ പുനർജന്മം നിന്നെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടെ കരുതിയതല്ല. ചേട്ടൻ കരയരുത്. ചേട്ടന്റെ അനിയത്തിയല്ലേ പറയുന്നേ. വിദ്യമോളെ, ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എവിടെ വീട്? അത് കുറേ ദൂരെയാ. അപ്പോ ഡോക്ടറിനോട് ചോദിക്കണ്ടേ? എന്നാ ഞാൻ പോയി നമ്മുടെ അച്ഛനെ അമ്മയും കൂട്ടി വരാം, മോളെ കൊണ്ടുപോവാൻ. മോളെ റെഡിയായി ഇരുന്നോണം കേട്ടോ. ഇനി ആർക്കും ഒരിക്കലും എന്റെ വിദ്യമോളെ എന്നിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല, തീർച്ച. എന്റെ ഈശ്വര, വിജയകുമാർ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് സമാധാനം പറയാ? എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്ത് പറയാനാ? നീയാണ് ഇതിനൊക്കെ കാരണം. ഞാൻ അവളെ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ? വെറുതെ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് വിവരം പറയൂ. വേഗം പോയിക്കാം. നീ ഇതുവരെ എവിടെയായിരുന്നു? ചേട്ടനോട് കളിക്കാൻ പോയിരുന്നു. ഏത് ചേട്ടൻ? മായാവി ചേട്ടൻ. മേലാൽ എന്നോടോ ആന്റിയോടോ ചോദിക്കാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ തുട ഞാൻ അടിച്ചു പൊട്ടിക്കും. നീ അപ്പൊ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഉറങ്ങിയായിരുന്നു ചേട്ടാ. ഓ, അങ്ങനെ ഉറങ്ങരുതെന്ന് നിന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് പോത്ത് പോലെ കിടന്നുറങ്ങും. ആ പെണ്ണെവിടെ? അകത്തേക്ക് ഓടി. എവിടേക്ക്? ഹലോ, മിസ്റ്റർ വിജയകുമാറല്ലേ? ഞാനാ ഡോക്ടർ ഉണ്ണിത്താൻ. എനിക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെ, അമ്മുവിന്റെ കാര്യം തന്നെ. എല്ലാം നേരിട്ട് പറയാം. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ കണക്ക് എന്നെ തീർത്തതാ. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നോക്കുന്നത്? ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അതുകൊണ്ടല്ലോ പണ്ടം കണ്ടൊരു പാലം പടുതെന്ന് കരുതി ലോക അവസാനം വരെ ടോള് പിരിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഓഹോ, ഐ എം സോറി ഡോക്ടർ ചെറിയാൻ, എന്റെ ചില കക്ഷികൾ വരുന്നുണ്ട്. ഞാൻ പോയിക്കോളാം, പിന്നീട് വരാം. നിർബന്ധമില്ല. അല്ല, ഞാൻ വരും. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ഇരിക്കൂ. അമ്മുവിന്റെ വിശേഷങ്ങളൊക്കെ ഡോക്ടർ ഉണ്ണിത്താൻ വിളിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു. ഏത് ചേട്ടനാണാവോ വെറുതെ നമ്മളെ തീരേറ്റിക്കാൻ? താൻ സമാധാനായിട്ടിരിക്കടോ. കാനഡയിൽ നിന്ന് ബുധനാഴ്ച ഞാൻ പറഞ്ഞ പാർട്ടി ഇവിടെ എത്തും. ശനിയാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഡോണ്ട് വറി. രാജേന്ദ്രൻ ആവശ്യപ്പെട്ട തുക ഇപ്പൊ വേണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് എന്താ വിജയേട്ടാ? എടുത്ത തീരുമാനം ശരിയോ തെറ്റോന്ന് പലവട്ടം ആലോചിച്ചിട്ടും എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ശശിയോട് ചോദിക്കാമെന്ന് വെച്ചത്. എന്നോട് കാര്യം പറയാൻ ഇത്രയും വിളച്ചിട്ട് വേണോ? പറഞ്ഞോളൂ. വേറൊന്നുമില്ല,
അമ്മുവിന്റെ കാര്യം തന്നെ പറയാനുള്ളത്. നമുക്കെന്തായാലും അവളെ വളർത്താൻ പറ്റില്ല. ഇവിടെ നമ്മുടെ കൺമുമ്പിൽ മറ്റെവിടെയെങ്കിലും അവൾ വളർന്നാലും അത് നമ്മുടെ മനസ്സിനെ നോവിച്ചുകൊണ്ടിരിക്കും. വിജയേട്ടൻ പറഞ്ഞു വരുന്നത്? നമുക്ക് അമ്മുവിനെ ദൂരെ എങ്ങോട്ടെങ്കിലും മാറ്റണം. വിജയേട്ടാ, അതെ, രാജേന്ദ്രൻ അതിനുള്ളൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. കാനഡയിലുള്ളൊരു കുടുംബം അമ്മുവിനെ ദത്തെടുത്തോളാമെന്ന് സമ്മതിച്ചു. മറുവാക്കൊന്നും പറയരുത്. എല്ലാം അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. എത്ര അകലേക്ക് കൊണ്ടുപോയാലും അമ്മൂനെ മറക്കാൻ നമുക്ക് കഴിയോ വിജയേട്ടാ? എന്നെ തുറന്നു വിടാൻ എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണ് ഡോക്ടർ. വിനു, നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. വിനുവിന് എന്നെ വിശ്വാസമില്ലേ? ഡോക്ടർ, വിദ്യമോൾ മറ്റൊരു വീട്ടിൽ വേലക്കാരെ പോലെ കഴിയുകയാണ്. അവളിപ്പോൾ എന്നെ കാത്തിരിക്കാവും. എനിക്ക് പോയേ പറ്റൂ. വിനു, വിദ്യയുടെ മുഖച്ഛായയിൽ മറ്റൊരു കുട്ടിയാണ് വിനു അവിടെ കണ്ടെന്ന് ആയിക്കൂടെ? വെറും മുഖച്ചായ അല്ല ഡോക്ടർ, എനിക്കറിയാം. അവൾ ശരിക്കും എന്റെ വിദ്യമോൾ തന്നെയാണ്. ഡോക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ വിദ്യയപ്പോ മറ്റൊരു വീട്ടിലെ കുട്ടിയാണല്ലോ. അവൾക്ക് എങ്ങനെ വിനുവിന്റെ കൂടെ വരാൻ പറ്റും? അവൾ എന്റെ കൂടെ വരും. എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്നെ പോകാൻ അനുവദിക്കും. പ്ലീസ് ഡോക്ടർ, പ്ലീസ് പ്ലീസ്. വിനുവിനെ ഞാൻ കൊണ്ടുപോകാം. പക്ഷേ ഞാൻ തരുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കാമെന്ന് എനിക്ക് വാക്ക് തരണം. കഴിക്കാം. വെരി ഗുഡ്. സന്തോഷായിരിക്കും. ഞാൻ പോയിട്ട് നാളെ വരാം. ഓക്കെ?